ഗസയിൽ ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിൽ ഇസ്രയേലിനോട് ഏറ്റുമുട്ടി ബ്രിട്ടനും അമേരിക്കയും കാനഡയും. മാപ്പ് പറഞ്ഞ ഇസ്രയേൽ പ്രസിഡന്റ് ഇസ്രയേൽ ആക്രമണത്തിൽ 75 പേർ കൊല്ലപ്പെട്ടു എന്ന് വാർത്ത വരുന്നു. ഈ വിശദാംശങ്ങളുമായി പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഹായ്. 4 ഹായും. ഈ ജീവകാരുണ്യ പ്രവർത്തകർ മരിച്ചപ്പോൾ ഇപ്പോഴാണോ ഇസ്രയേലിന് മാപ്പ് പറയാൻ തോന്നിയത്? ഇപ്പൊ തന്നെ 33,000-ഓളം പേര് പാലസ്തീനികൾ അവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ചൊന്നും അമേരിക്കയ്ക്കും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്കും കുറ്റബോധമൊന്നും തോന്നുന്നില്ല. പക്ഷേ അവരുടെ രാജ്യക്കാരായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോൾ അമേരിക്കയും ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും പോളണ്ടൊക്കെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. പക്ഷേ ജോ ബൈഡൻ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഈ 33,000 പാലസ്തീനികളെ കൊന്നൊടുക്കുന്നതിൽ ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളിൽ ഭൂരിഭാഗവും അമേരിക്കയിൽ നിന്ന് ജോ ബൈഡൻ കൊടുത്തതാണ്. അപ്പോൾ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന പോലെ അവർ കൊടുത്ത ആയുധം കൊണ്ട് തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തി 7 ജീവകാരുണ്യ പ്രവർത്തകരെ, ഈ പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും പോളണ്ടിൽ നിന്നൊക്കെയുള്ള ജീവകാരുണ്യ പ്രവർത്തകരാണ്. അവർ 400 ടൺ ഭക്ഷ്യ വസ്തുക്കളുമായിട്ടാണ് എത്തിയത്. ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നവരെ സഹായിക്കാൻ എത്തിയവരാണ്. അവരുടെ വാഹനങ്ങൾക്ക് മേലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്, അവർ കൊല്ലപ്പെട്ടത്. ഒരു പക്ഷേ സഹായിക്കാൻ വന്നവരെ കൊല ചെയ്യുക എന്നുള്ളൊരു ക്രൂരകൃത്യം കൂടി ഇസ്രായേൽ സേന നിർവഹിച്ചിരിക്കുന്നു. അവരടക്കം 75 പേരാണ് ഗസയിൽ ഈ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത്. മരണസംഖ്യ 33,000-ൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഈ 50 പേര്, ആ സംഖ്യ പറയുമ്പോൾ തന്നെ സങ്കടമാണ്. കാരണം മരിച്ചു വീഴുന്നത് ഓരോ മനുഷ്യ ജീവനുകളാണ് നമ്മൾ സംഖ്യയിൽ ഒതുക്കുമ്പോഴും. അപ്പോൾ ആ തരത്തിൽ ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ 33,000 പേര് കൊല്ലപ്പെട്ടിട്ട് ഇസ്രായേലിന് മാപ്പ് പറയാൻ തോന്നിയില്ല. പക്ഷേ 7 ജീവകാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെടുകയും ലോകരാജ്യങ്ങൾ അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്തതോടെ അവർ മാപ്പ് പറഞ്ഞിരിക്കുന്നു. അവിടെ ഹെർസോഗ്, ഇസ്രായേൽ പ്രസിഡന്റ് തന്നെ മാപ്പ് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇത് വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. കെയ്റോയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും വിജയിച്ച മട്ട് കാണുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ളവർ വളരെ ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ രംഗത്ത് വരികയും അതേസമയം അവർക്ക് വേണ്ട സഹായങ്ങൾ, ആയുധങ്ങൾ കഴിഞ്ഞ ദിവസവും ശതകോടികളുടെ ആയുധം അമേരിക്ക നൽകുകയും ചെയ്തു. അതിനിടയിൽ വളരെ ദുഃഖകരമായൊരു കാര്യം, ഈ പട്ടിണി കിടന്ന് മരിക്കുന്നവർക്ക് വേണ്ടിയാണ് സൈപ്രസിൽ നിന്ന് 2ാമത്തെ കപ്പൽ 400 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി എത്തിയത്. അതിൽ 100 ടൺ മാത്രമേ പുറത്തെടുക്കാൻ കഴിഞ്ഞുള്ളൂ. അവിടെ മുഴുവൻ അരാജകത്താണ് വടക്കൻ ഗസയിൽ. അവിടെ ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്തു. അവിടെ ഏതാണ്ട് 200 ടണ്ണിലേറെ ഭക്ഷ്യ വസ്തുക്കളുമായിട്ട് അവിടെ നിൽക്കാൻ പറ്റാതെ ഈ ജീവകാരുണ്യ പ്രവർത്തകരും കപ്പലും മടങ്ങുന്നുവെന്ന വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത കൂടി വരുന്നു. മനുഷ്യർ ഒരു ഭാഗത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഈ കൊൽക്കത്തയിലെ 1905 ഫാമിൻ, വലിയ കടുത്ത ക്ഷാമത്തിൽ ബംഗാളികൾ 10,000 മരിച്ചു വീഴുമ്പോൾ ബ്രിട്ടീഷ് കപ്പലുകൾ നിറയെ ഭക്ഷ്യവസ്തുക്കളുമായി കൊൽക്കത്ത തുറമുഖത്തുണ്ടായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ അത് തിരിച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞത്. അന്ന് ഒരുപാട് ഇന്ത്യക്കാർ മരിക്കാൻ ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഒരുപക്ഷെ ഐതിഹാസിക നായകൻ എന്നൊക്കെ വിളിക്കുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ക്രൂരമായ നടപടി മൂലം കാരണമായി. ഇതിപ്പോൾ അവിടെ എങ്ങനെയാണ് ഗസയിലെ ഈ കപ്പൽ, ഈ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണം മൂലം കപ്പൽ മടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ജെയിംസ്, മറ്റൊരു കാര്യം, തെയ്വാനിൽ വൻ ഭൂകമ്പം ഉണ്ടായി, ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു, കുറച്ചധികം ആളുകൾ മരിച്ചു എന്ന രീതിയിൽ വാർത്ത വരുന്നു. അതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണ് കിട്ടിയത്? തായ്വാനിൽ വലിയൊരു ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. റിച്റ്റർ സ്കെയിലിൽ 7.4 രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1999 7.6 രേഖപ്പെടുത്തിയ ഭൂകമ്പം ഈ ദ്വീപിൽ ഉണ്ടായിരുന്നു. തായ്വാൻ രാഷ്ട്രീയമായിട്ട് തന്നെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അന്ന് 2,400 പേരാണ് മരണമടഞ്ഞത്. ഇന്ന് മരണസംഖ്യ കൃത്യമായി പുറത്തു വന്നിട്ടില്ല. ഒരുപാട് പേര് കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടപ്പാണ്. ഇപ്പോൾ വന്നിരിക്കുന്നതനുസരിച്ച് ഏതാനും പേർ മരണമടഞ്ഞു എന്നുള്ള റിപ്പോർട്ടേ വന്നിട്ടുള്ളൂ. 100 കണക്കിന് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്ന് മാത്രമല്ല, ഈ ഭൂകമ്പത്തിന്, വൻ ഭൂകമ്പം നടന്നതിൻ്റേത് തായ്വാനിൽ മാത്രം ഒതുങ്ങുന്നില്ല. തൊട്ടടുത്ത രാജ്യങ്ങളായിട്ടുള്ള ചൈന, ജപ്പാൻ, ഫിലിപ്പീൻസിലൊക്കെ ഇതിൻ്റെ വലിയ തുടർചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ സുനാമി വരാനുള്ള സാധ്യതയെക്കുറിച്ചുള്ളൊരു ഭീഷണി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ വരുന്നതേ ഉള്ളൂ.